ഹായ് സ്റ്റുഡൻസ്, ഓസിലേഷൻ എന്നുള്ള സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇനി നോക്കുന്നത്. നിങ്ങൾക്കറിയാം 14 ചാപ്റ്ററിൽ 13ാമത്തെ ചാപ്റ്ററും 14ാമത്തെ ചാപ്റ്ററും പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. ഓസിലേഷൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ട് വേണം മക്കൾ വേവ്സ് എന്നുള്ള ചാപ്റ്റർ നോക്കാൻ. സോ ഓസിലേഷൻ എന്നുള്ള ചെറിയ ചാപ്റ്റർ ഒരു 4-5 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വരാം. ആദ്യം നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്. അപ്പോൾ എന്താണ് ഓസിലേഷൻ എന്ന് പഠിക്കുന്നതിന് മുമ്പ് പീരിയോഡിക് മോഷൻ എന്താണെന്ന് പഠിക്കണം. ഒന്നുമില്ല, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷൻ. നോക്കണം, ക്ലോക്കിലെ സൂചികൾ ഓരോ സൂചിയും ഒരു പ്രത്യേക ടൈം കഴിഞ്ഞാൽ പഴയ മോഷൻ തന്നെ ആവർത്തിക്കല്ലേ. ഫാനിൻ്റെ ലീഫുകൾ കറങ്ങുന്നതും അങ്ങനെയല്ലേ. ഊഞ്ഞാലിൻ്റെ മോഷനും എർത്തിൻ്റെ റൊട്ടേഷനും അതേപോലെ റവല്യൂഷനും 3 എർത്തിന് ചുറ്റും കറങ്ങുന്നതെല്ലാം ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ റെഗുലർ ടൈം കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ റെഗുലർ ടൈം ഇൻ്റർവെലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് പീരിയോഡിക് മോഷൻ. എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. അതിനൊരു എക്സാമ്പിൾ കൊടുത്തു, മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൗണ്ട് സൺ എന്ന്. ഇനി ഈ പീരിയോഡിക് മോഷനിൽ പെടുന്ന ഒരു മോഷനാണ് ഓസിലേഷൻ. എന്താ ഓസിലേഷൻ? ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് ഒരു ബോഡി മുന്നോട്ടും പിന്നോട്ടും ചലിക്കുക. ഇത് പെൻഡുലം അല്ലെങ്കിൽ ഊഞ്ഞാൽ. ഈ പൊസിഷനിൽ നിന്ന് ഈ ബോഡി മുന്നോട്ടും പിന്നോട്ടും പോവുക. മുന്നോട്ടും പിന്നോട്ടും എന്ന പ്രയോഗമാണ്, എന്ന അർത്ഥം വരുന്ന പ്രയോഗമാണ് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടു ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് എ മീൻ പൊസിഷൻ. ഓക്കെ, ഈ പൊസിഷനെ മീൻ പൊസിഷൻ എന്ന് പറയും. ഇവിടെ നിന്ന് മുന്നോട്ടും അവിടെ നിന്ന് പിന്നോട്ടും. ഓക്കെ, ഇതാണ് ഓസിലേഷൻ. ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി എബൌട്ട് എ മീൻ പൊസിഷൻ. എക്സാമ്പിൾ മോഷൻ ഓഫ് പെൻഡുലം, മോഷൻ ഓഫ് സ്വിംഗ്, അതൊക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഈ മോഷൻ്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ, ഫാസ്റ്റായി മുന്നോട്ടും പോയി വരികയാണെങ്കിൽ നമ്മൾ ഓസിലേഷൻ എന്നുള്ള വാക്ക് മാറ്റി വൈബ്രേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഓക്കെ, വൈബ്രേഷൻ. ഫ്രീക്വൻസി കൂടുമ്പോൾ വൈബ്രേഷൻ എന്ന് പറയും. നമുക്ക് പഠിക്കാൻ സിലബസിലുള്ളത് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓസിലേഷൻ ആണ്. ഓസിലേഷൻ്റെ സിംപ്ലസ്റ്റ് ഫോമിനെ പറയും സിമ്പിൾ ഹാർമോണിക് മോഷൻ അഥവാ SHM. ശ്രദ്ധിക്കാം, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിഫൈൻ ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആവാനുള്ള കണ്ടീഷൻസ് എഴുതുക എന്നും ചോദിക്കാറുണ്ട്. 2 ചോദ്യത്തിനും ഒരൊറ്റ ഉത്തരം. നോക്കണം, ഈ പെൻഡുലം ഇതാണ് മീൻ പൊസിഷൻ. ഈ മീൻ പൊസിഷനിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്ത് റിലീസ് ചെയ്യണം. ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്ത് കൈവിട്ടാൽ പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു പോകും. ആ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകാൻ കാരണമായ ഫോഴ്സാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. നമ്മളിങ്ങനെ ഫോഴ്സ് കൊടുത്ത് കൈവിട്ടാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് കാരണമാണ് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകുന്നത്. നമ്മൾ ഈ പെൻഡുലത്തെ ഇവിടെ നിന്ന് എത്ര ദൂരമാണോ ഇങ്ങോട്ട് നീക്കിയത് അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്തു നമ്മൾ, എന്നിട്ട് റിലീസ് ചെയ്താൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് കാരണം തിരിച്ചു പോകും. അപ്പോൾ എല്ലാ ഓസിലേഷനിലും റീസ്റ്റോറിംഗ് ഫോഴ്സ് കാണും. എന്നാൽ ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ, ഡിസ്പ്ലേസ്മെൻറ്റും റീസ്റ്റോറിംഗ് ഫോഴ്സും ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടും. അതേപോലെ റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനും. അങ്ങോട്ടാ ഡിസ്പ്ലേസ് ചെയ്തത്, ഇങ്ങോട്ടാ റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇങ്ങനെയാണെങ്കിൽ ആ ഓസിലേഷനെ പറയുന്ന പേരാണട SHM അഥവാ സിമ്പിൾ ഹാർമോണിക് മോഷൻ. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു -x. x എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് പെൻഡുലത്തിൻ്റെ ആ ഓസിലേഷൻ്റെ ഡയഗ്രാം. ഇത് മീൻ പൊസിഷൻ, ഇത് രണ്ടും എക്സ്ട്രീം പൊസിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓസിലേഷൻ SHM ആകാനുള്ള കണ്ടീഷൻ ചോദിച്ചാലും നിങ്ങൾ ഇതാ എഴുതേണ്ടത്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു -x ആണെങ്കിൽ അത് SHM ആണ്. SHM എക്സാമ്പിൾ എഴുതാൻ എക്സാമിന് ചോദിച്ചു. ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം, ഓസിലേഷൻ ഓഫ് ലോഡഡ് സ്പ്രിംഗ്. ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ലോഡ് വെച്ച് നമ്മൾ താഴ്ത്തി വിട്ടാൽ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ, അത് SHM എക്സാമ്പിൾ ആണ്. അതേപോലെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷനും SHM എക്സാമ്പിൾ ആണ്. ഇനി ഈ ചാപ്റ്ററിൽ മൊത്തം നമ്മൾ SHM കുറിച്ച് പഠിക്കുകയാണ്. നോക്കണം, ആദ്യം നമ്മൾ നോക്കുന്നത് SHM ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്. SHM ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ സാധാരണഗതിയിൽ X എന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ Y എന്നോ ലെറ്ററിലാണ് സൂചിപ്പിക്കാറുള്ളത്. നോക്കണം, ഇതാണ് ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്ന പാത്ത് എന്ന് കരുതുക. M എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷൻ, E എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പൊസിഷൻ. ഇപ്പോൾ പാർട്ടിക്കിൾ ഉള്ളത് ഇവിടെയാണ് എന്ന് കരുതിക്കോളൂ. അപ്പോൾ മീൻ പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിളിലേക്ക് X ഡിസ്റ്റൻസ് അല്ലേ ഉള്ളത്. മീൻ പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിളിലേക്കുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ പറയുക? ഡിസ്റ്റൻസ് ഫ്രം മീൻ പൊസിഷൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫോർമുല ഒന്ന് ഓർത്തു വെക്കണം. എന്താണ് SHM ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫോർമുല? ശ്രദ്ധിക്കണം, ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലാണ്. സൈനിലും കോസിലും പറയാം, നമ്മുടെ പുസ്തകത്തിൽ കോസിലാണ് കൊടുത്തുള്ളത്. അതുകൊണ്ട് x ഈസ് ഈക്വൽ ടു a cos ωt + 5. പറ, a cos ωt + 5. സൈനിലും പറയാം, ടെക്സ്റ്റ് ബുക്കിൽ കോസിൽ കൊടുത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞു മാത്രം. X എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, A എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷനിലേക്കുള്ള ദൂരം. മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷനിലേക്കുള്ള ദൂരമാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ωt + 5 എന്നുള്ള ആംഗിളിനെ പറയും ഫേസ് എന്ന്. ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ വെലോസിറ്റി എന്ന് സർക്കുലർ മോഷനിൽ പറഞ്ഞില്ലേ, വൈബ്രേഷനിൽ ഓസിലേഷനിൽ ആംഗുലർ ഫ്രീക്വൻസി. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. ടി ടൈം പീരീഡ്. എന്താ ടൈം പീരീഡ്? ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. ഓർ ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ. ന്യൂ എന്താ? ഫ്രീക്വൻസി. എന്താ ഫ്രീക്വൻസി? നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇതിൽ φ എന്ന് പറയുന്ന ആംഗിളിൻ്റെ പേര് ഇനീഷ്യൽ ഫേസ് എന്നാണ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് തീർന്നു.
അപ്പോൾ നോക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഒരു SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 5 cos 2π/3t ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ 5 ആണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അതേപോലെ ഒമേഗ ടി എന്നുള്ള സ്ഥാനത്തല്ലേ 2π/3t. അപ്പോൾ ഒമേഗയുടെ പ്ലേസിൽ 2π/3 ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ടൈം പീരീഡ് ആണ്. അപ്പോൾ അത് വെച്ച് ടൈം പീരീഡ് 3 ആണെന്ന് കിട്ടും. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ ഫ്രീക്വൻസി കിട്ടും. അതേപോലെ ഇനീഷ്യൽ ഫേസ് ഒമേഗ ടി പ്ലസ് 5ലെ 5 ആണ് ഇനീഷ്യൽ ഫേസ്. ഇവിടെ 2π/3t എന്നല്ലേ ഉള്ളൂ, അവിടെ 5 എന്നുള്ള ആംഗിൾ ഇല്ല. അപ്പോൾ ഇനീഷ്യൽ ഫേസ് എന്താണ്? 0. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് ഇതുപോലെ ക്വസ്റ്റ്യൻ വരും. സിമ്പിളായി ഈ ഫോർമുലയും അതിലെ ലെറ്ററുകളും പഠിച്ച ഒരു കുട്ടിക്ക് അത്തരം കാര്യങ്ങൾ ആ ഫോർമുലയിൽ നിന്ന്, ആ തന്ന ഇക്വേഷനിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡും ടൈം പീരീഡും ഫ്രീക്വൻസിയും ഇനീഷ്യൽ ഫേസും എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ ഇനി 2 ചെറിയ ഡെറിവേഷനുകളാണ്. അത് SHMൻ്റെ വെലോസിറ്റി കാണാനുള്ള ഫോർമുലയും SHMൻ്റെ ആക്സിലറേഷൻ കാണാനുള്ള ഫോർമുലയുമാണ്. ഓക്കെ, ഞാൻ ആ ഫോർമുലകൾ ബൈഹാർട്ടാക്കാൻ ഒരു എളുപ്പവഴി പറയട്ടെ. SHMൻ്റെ എന്താ പറയുക ഫോർമുല, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ഫോർമുല അങ്ങ് ബൈഹാർട്ടാക്കിയാൽ പിന്നെ ഡെറിവേഷൻ്റെ സ്റ്റെപ്സ് ഇതിന് എളുപ്പമാണ്. എങ്ങനെ ഫോർമുല ബൈഹാർട്ടാക്കാം നോക്കാം. ഞാൻ ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എവിടെ എഴുതാം? ഇവിടെ കാണിക്കണം, എല്ലാവരും നോക്കട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റിനെ x എന്ന് എഴുതും, വെലോസിറ്റിയെ v എന്ന് എഴുതും, ആക്സിലറേഷനെ a എന്ന് എഴുതും. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ a cos ωt പ്ലസ് 5 എന്നുണ്ട്. ഞാൻ 5 എന്ന ആംഗിളിനെ 0 ആക്കി എടുക്കട്ടെ എളുപ്പത്തിന്. അപ്പോൾ a cos ωt ഇത് പഠിച്ചു കഴിഞ്ഞു. ഇനി വെലോസിറ്റിയുടെ ഫോർമുല എഴുതുമ്പോൾ മക്കൾ a sin ωt എന്ന് എഴുതുക. ആക്സിലറേഷനോ വീണ്ടും a cos ωt എന്ന് എഴുതുക. എങ്ങനെ? a cos ωt, a sin ωt, a cos ωt. ഇനി വെലോസിറ്റിയുടെ ഇക്വേഷനിൽ തുടക്കത്തിൽ ഒരു മൈനസ് ഒമേഗ ആഡ് ചെയ്യുക. ആക്സിലറേഷൻ്റെ ഫോർമുലയിൽ ഒരു മൈനസ് ഒമേഗ സ്ക്വയറും ചേർത്താൽ 3 ഫോർമുലയും റെഡിയായി. a cos ωt മൈനസ് ഒമേഗ a sin ωt മൈനസ് ഒമേഗ സ്ക്വയർ a cos ωt. ഇങ്ങനെ ഫോർമുലകൾ ബൈഹാർട്ടാക്കുക. അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഡെറിവേഷൻ്റെ സ്റ്റെപ്സ് എളുപ്പമാണ്. ഓക്കെ, നോക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് a cos ωt അല്ലേ, വെലോസിറ്റി എങ്ങനെ കാണാം? dx/dt അല്ലേ, dx/dt. ഇനി ആ dx/dtയിൽ x എന്നുള്ള പ്ലേസിൽ a cos ωt കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി ഡെറിവേഷൻ്റെ സ്റ്റെപ്സോ റൂൾസ് ഒന്നും അറിയില്ലെങ്കിലും d of a cos ωt/dt എന്ന് കഴിഞ്ഞാൽ പിന്നെ ഫോർമുല ബൈഹാർട്ടല്ലേ, അത് എഴുതി വെച്ചാൽ മാർക്കായി. ഓക്കെ, സത്യത്തിൽ a നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എഴുതി cos ωtൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് sin ωt ഇൻറ്റു ഒമേഗ. അത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ അറിയുന്ന ആളുകൾ മനസ്സിലാക്കി പഠിച്ചെഴുതുക. ഇല്ലെങ്കിലോ ഫോർമുല ബൈഹാർട്ടാക്കിയിട്ട് ഈ സ്റ്റെപ്പിന് ശേഷം അത് എഴുതി വെക്കുക. മൈനസ് ഒമേഗ a sin ωt. കഴിയുന്നവർ പ്രോബ്ലം ചെയ്യാൻ ഈ ഒരു ഫോർമുലയും കൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ നന്നായി. മൈനസ് ഒമേഗ ഇൻറ്റു √(a² മൈനസ് x²). ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ട് വെലോസിറ്റി കാണാനുള്ള പ്രോബ്ലം വന്നാൽ ഈ ഫോർമുല എളുപ്പമാണ്. മൈനസ് ഒമേഗ ഇൻറ്റു √(a² മൈനസ് x²). ഡെറിവേഷൻ ചോദിച്ചാൽ ഇതുവരെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ആക്സിലറേഷൻ്റെ ഫോർമുല നോക്കിയാലോ. ആക്സിലറേഷൻ dv/dt അല്ലേ. അപ്പോൾ ആ v എന്നിടത്ത് വെലോസിറ്റിയുടെ ഫോർമുല മൈനസ് ഒമേഗ a sin ωt. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ റൂൾസ് ഒക്കെ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക. sin ωtൻ്റെ ഡെറിവേറ്റീവ് cos ωt ഇൻറ്റു ഒമേഗ എന്നാണ്. ഓക്കെ, അത് അറിയില്ലെങ്കിൽ നമ്മൾ നേരത്തെ ബൈഹാർട്ടാക്കി വെച്ച ഫോർമുല ഇത് കഴിഞ്ഞിട്ട് മൈനസ് ഒമേഗ സ്ക്വയർ a cos ωt എന്ന് എഴുതി വെക്കുക. ശ്രദ്ധിക്കേണ്ടത് a cos ωt നോക്കണം. a cos ωt എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേംസിൽ മൈനസ് ഒമേഗ സ്ക്വയർ x എന്ന് എഴുതാം. അതൊരു കാര്യം മനസ്സിലായി. ആക്സിലറേഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു -x. അപ്പോൾ SHMൽ ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു -x ആയിരിക്കും. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x ആയിരിക്കും. അപ്പോൾ ഈ 2 ഡെറിവേഷൻ നിർബന്ധമായും പഠിക്കണം. ഫോർമുല പഠിക്കാനുള്ള ഷോർട്ട് കട്ട് പറഞ്ഞു, ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ, അങ്ങനെ SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ആക്സിലറേഷനും പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ 3ൻ്റെയും ഗ്രാഫ് പഠിക്കാം. xt ഗ്രാഫ്, vt ഗ്രാഫ്, at ഗ്രാഫ്. എളുപ്പം പഠിക്കാനുള്ള മാർഗ്ഗം. നിങ്ങൾക്ക് sin x-ൻ്റെ ഗ്രാഫ് അറിയോ? ട്രിഗണോമെട്രി sin x-ൻ്റെ ഗ്രാഫ് 0 എന്ന് തുടങ്ങൂടാ, ഇല്ലെങ്കിൽ ഇതാണ് sin x-ൻ്റെ ഗ്രാഫ്. cos x-ൻ്റെ ഗ്രാഫോ മാക്സിമത്തിൽ തുടങ്ങും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ പോകും. sin x-ൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം, cos x-ൻ്റെ ഗ്രാഫും അറിയാമെങ്കിൽ സിമ്പിളായി xt ഗ്രാഫും vt ഗ്രാഫും at ഗ്രാഫും SHMൻ്റെ പഠിക്കാൻ എളുപ്പമാണ്. നോക്കും, SHMൻ്റെ xt ഗ്രാഫ്. SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫോർമുല എന്തായിരുന്നു? a cos ωt. അതിൽ cos ഫംഗ്ഷനാണ്. അപ്പോൾ xt ഗ്രാഫ് cos x-ൻ്റെ ഗ്രാഫ്, കോസിൻ്റെ ഗ്രാഫ് പോലെ ഇവിടെ x എന്നും ഇവിടെ t എന്നും കൊടുക്കുക. എന്നിട്ട് കോസിൻ്റെ ഗ്രാഫാണ് വരയ്ക്കുക. ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ എത്തിയ ഗ്രാഫ് നിർത്താം, അല്ലെങ്കിൽ ഇനി വരച്ചു പോകാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എത്തുമ്പോഴേക്കും ഒരു ഓസിലേഷൻ പൂർത്തിയായി. ഓക്കെ, എന്നാൽ വെലോസിറ്റിയുടെ ഗ്രാഫോ, വെലോസിറ്റിയുടെ ഫോർമുല എന്താ? മൈനസ് ഒമേഗ a sin ωt. അപ്പോൾ sin x-ൻ്റെ ഗ്രാഫ് പോലെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് sin x. ഇതല്ലേ sin x-ൻ്റെ ഗ്രാഫ്. അപ്പോൾ മൈനസ് sin x എന്ന് പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെ മേലോട്ടാകുമ്പോൾ താഴോട്ടാക്കുക. അപ്പോൾ മൈനസ് sin x. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് മൈനസ് sin x-ൻ്റെ ഗ്രാഫ് പോലെ. അപ്പോൾ at ഗ്രാഫോ എന്തായിരുന്നു ഫോർമുല? മൈനസ് ഒമേഗ സ്ക്വയർ a cos ωt. cos x-ൻ്റെ ഗ്രാഫ് മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് cos x. ഇതാണ് cos x എങ്കിൽ മൈനസ് cos x ഇതാ അടിയിൽ തുടങ്ങുക, ഇതാ ഇങ്ങനെ വരും മൈനസ് cos x. ഓക്കെ, അപ്പോൾ SHMൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചാൽ 3 ഗ്രാഫും സെറ്റായി നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. ഈ സിമ്പിൾ മെത്തേഡിലൂടെ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് കാൽക്കുലേറ്റ് ദി മാക്സിമം വെലോസിറ്റി,
കാൽക്കുലേറ്റ് ദി മാക്സിമം ആക്സിലറേഷൻ. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് SHMൻ്റെ. എല്ലാത്തിൻ്റെയും മാക്സിമം വാല്യൂ മിനിമം വാല്യൂ പഠിക്കാൻ എളുപ്പം. ഫോർമുല ഒന്നുകൂടി പറഞ്ഞേ, എന്തായിരുന്നു SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർമുല? A cos omega t. അതിൽ ആ കോസ് ഫംഗ്ഷൻ അങ്ങ് വെട്ട്, അപ്പോൾ ബാക്കി എന്താ? A. അടുത്തത് വെലോസിറ്റിയുടെ ഫോർമുല മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി. സൈൻ ഒമേഗ ടി വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്താ? മൈനസ് ഒമേഗ എ. ആക്സിലറേഷൻ്റെ ഫോർമുല മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി. കോസ് അങ്ങ് വെട്ട്. എല്ലാത്തിലെയും സൈനും കോസും അങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് എ ഒമേഗ സ്ക്വയർ എ എന്നല്ലേ? ഓക്കെ, പ്ലസ് മൈനസ് ആയിക്കോട്ടെ, അത് ഡയറക്ഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ എ ഒമേഗ സ്ക്വയർ എ, ഇതാണ് എല്ലാത്തിൻ്റെയും മാക്സിമം വാല്യൂ. നോക്കട്ടെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ എ, വെലോസിറ്റി ഒമേഗ എ, ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ എ. മിനിമം വാല്യൂ എല്ലാവർക്കും 0 ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ഏത് പൊസിഷനിലാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ മീൻ പൊസിഷൻ എന്നുള്ള ദൂരല്ലേ. അപ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പൊസിഷനിലാണ്. ഓക്കെ, മിനിമം ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ മീൻ പൊസിഷനാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എവിടെ? മിനിമം മീൻ പൊസിഷൻ, എവിടെ മാക്സിമം എക്സ്ട്രീം പൊസിഷൻ. അതേപോലെ ആയിരിക്കും ആക്സിലറേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അതേപോലെ ആയിരിക്കും ആക്സിലറേഷൻ. നേരെ വിപരീതമായിരിക്കും വെലോസിറ്റി. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും മാക്സിമം വാല്യൂ എത്രയെന്ന് പഠിക്കുക, ഓരോന്നിൻ്റെയും മാക്സിമം മിനിമം എവിടെയെന്ന് പഠിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം എക്സ്ട്രീം പൊസിഷൻ, മിനിമം മീൻ പൊസിഷൻ. ഇതേപോലെയാണ് ആക്സിലറേഷൻ, നേരെ വിപരീതമാണ് വെലോസിറ്റി. അപ്പോൾ ഈ ടേബിൾ ബൈ ഹാർട്ട് ആയില്ലേ? ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് വരാം. സിമ്പിൾ ആയിട്ടുള്ള 1-2 ചെറിയ പോയിന്റുകൾ നോക്കണം. SHMൽ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഫോർമുല ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x എന്നല്ലേ എഴുതി. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K. ഓക്കെ, സ്മോൾ ലെറ്റർ K, ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു -kx. ആവശ്യമുണ്ട് പ്രോബ്ലങ്ങളിലും ഡെറിവേഷനിലും. അത് കഴിഞ്ഞ് ഈ ഫോഴ്സ് കോൺസ്റ്റന്റിൻ്റെ എക്സ്പ്രഷൻ K ഇസ് ഈക്വൽ ടു m ഒമേഗ സ്ക്വയർ. അങ്ങ് ബൈ ഹാർട്ടാക്ക്. K ഇസ് ഈക്വൽ ടു m ഒമേഗ സ്ക്വയർ. m എന്ന് പറഞ്ഞാൽ മാസ്, ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി. ഒന്നുകിൽ ഇങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു √k/m. പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. അതേപോലെ ഒരു SHMൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്യൊന്നും വേണ്ട, ഫോർമുല അങ്ങ് ബൈ ഹാർട്ടാക്കുക. ഏത് SHMൻ്റെയും ടൈം പീരീഡ് 2π√m/k. m എന്ന് പറഞ്ഞാൽ മാസാണ്, K ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. സ്പ്രിംഗ് ഒക്കെ ആകുമ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയും. വർക്ക് എനർജി പവറിൽ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഏത് SHMൻ്റെയും ടൈം പീരീഡ് 2π√m/k. K ഇസ് ഈക്വൽ ടു m ഒമേഗ സ്ക്വയർ. റീസ്റ്റോറിംഗ് ഫോഴ്സ് -kx. ഇനി SHMൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാ ചോദിച്ചാലോ, SHMൻ്റെ ആക്സിലറേഷൻ -ഒമേഗ സ്ക്വയർ x അല്ലേ. ഈ ആക്സിലറേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം, കേട്ടിട്ടുണ്ടോ? d²x/dt². അത് മാത്സിലെ ഡെറിവേറ്റീവ് പഠിച്ചവർക്കേ അറിയുള്ളൂ. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന്. എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ വി ആണ്, വിയുടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എ ആണ്. അപ്പോൾ എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് എ. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് d²x/dt². അപ്പോൾ എ എന്ന ആക്സിലറേഷനെയാണ് d²x/dt² എന്ന് എഴുതുന്നത്. -ω²x ഇങ്ങോട്ട് വരുമ്പോൾ +ω²x. അപ്പോൾ ഇതിനപ്പുറത്ത് 0. ദിസ് ഇസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായി SHMൻ്റെ എനർജിയെ സംബന്ധിച്ച് പഠിക്കാം. SHMന് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ എനർജിയും കിട്ടും. കൈനറ്റിക് എനർജി ഡിറൈവ് ചെയ്യാൻ എക്സാമിന് ചോദിക്കും. 12mv². v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. എല്ലാവരും വെലോസിറ്റിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ -ω(a sin ωt) എന്നല്ലേ വെലോസിറ്റി. സ്ക്വയർ ചെയ്യുക, വെലോസിറ്റിയെ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് സ്ക്വയർ ചെയ്താൽ പ്ലസ് ആയി. ഒമേഗൻ്റെ സ്ക്വയർ, എയുടെ സ്ക്വയർ, സൈൻ ഒമേഗാട്ടിൻ്റെ സ്ക്വയർ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അതിൽ m × ω² എന്ന പോർഷൻ വരും. m ω² എന്ന് പറഞ്ഞാൽ k അല്ലേ, m ω² k ആണ് ഫോഴ്സ് കോൺസ്റ്റന്റ്. അങ്ങനെ വരുമ്പോൾ അവിടെ k ഇസ് ഈക്വൽ ടു m ω² എന്ന് കൊടുക്കുമ്പോൾ നോക്കണം, ½ k² sin² ωt എന്ന് വരും. അതാണ് SHMൻ്റെ കൈനറ്റിക് എനർജിയുടെ ഫോർമുല. ഓക്കെ, SHMൻ്റെ കൈനറ്റിക് എനർജി പറ, ½ k² sin² ωt. കൈനറ്റിക് എനർജിയെ ഞാൻ KE എന്ന് എഴുതാം, അല്ലെങ്കിൽ 2k കൺഫ്യൂഷൻ ഉണ്ടാക്കും. കൈനറ്റിക് എനർജി ½ k² sin² ωt. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയെ U എന്ന് എഴുതാം. അത് ½ kx² ആണെന്ന് വർക്ക് എനർജി പവറിൽ പഠിച്ചിട്ടുണ്ട്. സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സ്പ്രിങ്ങിൻ്റെ അറ്റത്തൊരു ബ്ലോക്ക് വെച്ച് നമ്മൾ വലിച്ചു വിട്ട് അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡിറൈവ് ചെയ്ത് പഠിച്ചു, ½ kx². അപ്പോൾ ആ എക്സ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എക്സിൻ്റെ ഇക്വേഷൻ A cos ωt എന്നല്ലേ. അപ്പോൾ എക്സിനെ സ്ക്വയർ ചെയ്ത A² cos² ωt. എളുപ്പം പഠിക്കണം. കൈനറ്റിക് എനർജി ½ ka² sin² ωt. ഇത് ½ ka² cos² ωt. ഇനി രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ രണ്ടിലും കോമൺ ആയി ½ ka² ഇല്ലേ, ബ്രാക്കറ്റിൽ sin² ωt + cos² ωt വരും. sin² ωt + cos² ωt 1 ആണ്. അപ്പോൾ ടോട്ടൽ എനർജി കാണുമ്പോൾ ½ ka² എന്ന് മാത്രം വരും. ½ ka² sin² ωt, ½ ka² cos² ωt, ½ ka². ഇനി അതിൻ്റെ ഗ്രാഫ് നോക്കണം. y ആക്സിസിൽ നമ്മൾ എനർജിയും x ആക്സിസിൽ പൊസിഷൻ കൊടുത്തിട്ട് ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് വരയ്ക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഗ്രാഫിൻ്റെ ഷേപ്പ് നോക്കണം. ഇത് എനർജി, ഇത് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒറിജിൻ ആക്കി എടുത്തതാണ് മീൻ പൊസിഷൻ. ഇത് രണ്ടും എക്സ്ട്രീം പൊസിഷനുകളാണ്. ഓക്കെ, അത് എഴുതണം എന്നില്ല, എന്നാലും പറയണം. ഇത് മീൻ പൊസിഷൻ, ഇത് എക്സ്ട്രീം പൊസിഷൻ. ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെ പഠിക്കുക? ഒരു ഗ്രാഫ് യു പോലെ
വേണ്ട, ഒരു പരാബോളയാണ് ഞാൻ വെറുതെ യു എന്ന് പറയുന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞറിയോ? ഇത് യു എന്ന എനർജിയുടെ ഗ്രാഫാണ്. ഏതാ യു? പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യലിൻ്റെ ഗ്രാഫ്, പൊട്ടൻഷ്യൽ എനർജിയെ യു എന്ന ലെറ്ററിൽ എഴുതുക. യു എന്നതുപോലെ വരക്കും പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. അപ്പോൾ അതിൻ്റെ നേരെ റിവേഴ്സായി വരക്കുന്നതോ അതിനെ ആലോചിക്കാമല്ല, ഒന്ന് പൊട്ടൻഷ്യൽ എനർജി, മറ്റേ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ പിന്നെ ഈ വരക്കുന്നതോ കൂടുന്നുമില്ല കുറയുന്നുമില്ല, നേരെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത് ടോട്ടൽ എനർജി. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫിൽ വരക്കാൻ കൃത്യമായി പഠിക്കുക. ഏത് ഗ്രാഫാണ് എവിടെയെന്ന് മനസ്സിലാക്കും. നിങ്ങൾ പറയും ഇതല്ലേ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കുറവ് എവിടെ? മീൻ പൊസിഷൻ. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി മിനിമം മീൻ പൊസിഷൻ. കൈനറ്റിക് എനർജിയോ എക്സ്ട്രീം പൊസിഷനിലാണ് മിനിമം, കൈനറ്റിക് എനർജി മീൻ പൊസിഷനിലാണ് മാക്സിമം. അതൊക്കെ ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വലായി വരുന്ന പോയിന്റ് ഏതാണ്? ശ്രദ്ധിക്കണം. ഇതാ ഇവിടെ കണ്ടോ, ഒരു എനർജി ഇങ്ങനെ കൂടി വരുമ്പോൾ ഒരു എനർജി ഇങ്ങനെ കുറഞ്ഞു വരിക. ഇതാ ഇവിടെ എത്തുമ്പോൾ രണ്ട് എനർജിയും ഈക്വലാണ്. അപ്പോൾ രണ്ട് എനർജിയും ഈക്വൽ ആകുന്ന പൊസിഷൻ ഏത്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഏത്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുന്ന പൊസിഷൻ ഏതാ? പറ എക്സ് ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ബൈ √2. അത് ആ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ √2. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എനർജിയെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഈ ചാപ്റ്ററിലെ അവസാന ടോപ്പിക്കാണ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം. 4 മാർക്കിനും 3 മാർക്കിനൊക്കെ ധാരാളം തവണ ഡെറിവേഷൻ ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇതൊരു നൂലാണ്, അതൊരു സ്ട്രിങ് ആണ്. ഓക്കെ, അതിൻ്റെ അറ്റത്തൊരു ഹെവി മാസ്, ആ ഹെവി മാസിന് നമ്മൾ ബോബ് എന്ന് പറയും. ഇതാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ രൂപം. ഓക്കെ, സിമ്പിൾ പെൻഡുലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ആ സ്ട്രിങ് അല്ലെങ്കിൽ നൂല് കെട്ടിയിട്ട പോയിന്റ് തൊട്ട് ഈ പോയിന്റ് തൊട്ട് ഈ ബോബിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ബോബിൻ്റെ സെൻറ്റർ വരെയുള്ളത് വരും. ശ്രദ്ധിക്കുക, നൂലിൻ്റെ നീളമല്ല, ബോബിൻ്റെ അടിഭാഗം വരെയുള്ള നീളമല്ല, ബോബിൻ്റെ സെൻറ്റർ വരെയുള്ള നീളമാണ് പെൻഡുലത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, നൂലിൻ്റെ നീളം പ്ലസ് ബോബിൻ്റെ റേഡിയസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ശരി. ഇനി ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ഓസിലേഷൻ്റെ ടൈം പീരീഡിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാനാണ് 3 4 മാർക്കിനൊക്കെ ചോദിക്കുന്നത്. ടൈം പീരീഡിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുക. ആദ്യം പെൻഡുലത്തിൻ്റെ മീൻ പൊസിഷൻ, ഇത് ബോബാണ്, ആ പെൻഡുലത്തിൻ്റെ നീളം എൽ. ഇനി ആ പെൻഡുലത്തെ നമ്മൾ ഇത്ര ദൂരം ഇങ്ങോട്ട് വലിച്ചു. അപ്പോൾ ഈ ദൂരത്തെ എക്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ ബോബ് ഇവിടെയാണ്, തീറ്റ ആംഗിളാണ് നമ്മൾ അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തത്. അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ബോബിൽ ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ. ഒന്ന്, ബോബിൻ്റെ വെയിറ്റ് mg താഴോട്ടുണ്ട്. ആ mg 2 കമ്പോണൻസ് ആക്കിയാൽ ഒരു കമ്പോണൻറ്റ് ഇതേ ലൈനിലൂടെ ഈ ആംഗിളും തീറ്റ ആയതുകൊണ്ട് mg cos തീറ്റ, അപ്പോൾ ഇങ്ങോട്ട് mg sin തീറ്റ. ഇനി നമ്മൾ കൈ വിട്ടാൽ ഈ ബോബ് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരാൻ കാരണം mg sin തീറ്റ അല്ലേ? ഓക്കെ, ഇങ്ങോട്ട് വരാനുള്ള ഫോഴ്സ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സായി ആക്ട് ചെയ്യുന്നത് mg sin തീറ്റ. അവിടെ തുടങ്ങാം. റീസ്റ്റോറിംഗ്, റെസ്റ്റ് നേടിയ റീസ്റ്റോറിംഗ് ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു -mg sin തീറ്റ. എന്തിനാ മൈനസ് സൈൻ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ -kx എന്ന് എഴുതി. അത് നേരത്തെ പഠിച്ചില്ലേ, റീസ്റ്റോറിംഗ് ഫോഴ്സ് -kx -mg സൈൻ തീറ്റയ്ക്ക് പകരം തീറ്റ. അങ്ങനെ എങ്ങനെ എഴുതാൻ സാധിക്കുന്നത്? ആംഗിൾ ചെറുതാണെങ്കിൽ സൈൻ തീറ്റയ്ക്ക് പകരം തീറ്റ എന്ന് എഴുതാം. നോക്കട്ടെ, ഈ ആംഗിൾ ഒരു 10 ഡിഗ്രി 20 ഡിഗ്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റൻ്റെ വാല്യൂ തീറ്റയുടെ വാല്യൂവിന് ഈക്വൽ ആവും. ആംഗിൾ റേഡിയനിൽ പറയണം. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് പകരം തീറ്റ. ഓക്കെ, അപ്പോൾ ആംഗിൾ ചെറുതാണെങ്കിൽ സൈൻ തീറ്റയ്ക്ക് പകരം തീറ്റ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എഴുതി, മൈനസ് കട്ട് ചെയ്തു. ഇനി ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് കേട്ടില്ലേ? ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആ ആംഗിൾ തീറ്റ, ആർക്ക് ലെങ്ത് എക്സ്, റേഡിയസ് എന്ന് പറയുമ്പോൾ പെൻഡുലത്തിൻ്റെ നീളം. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു x/l. ആ തീറ്റയ്ക്ക് പകരം x/l എന്ന് കൊടുത്താൽ x കട്ട് ചെയ്താൽ k ഇസ് ഈക്വൽ ടു mg/l എന്നായി. ഏത് SHMൻ്റെയും ടൈം പീരീഡ് 2π√m/k ആണ് നേരത്തെ പഠിച്ചില്ലേ? അവിടെ ആ k എന്നുള്ളത് 2π√m/kയിൽ k എന്നുള്ളത് mg/l അങ്ങ് കൊടുക്കുക. mg/l കൊടുത്താൽ m വെട്ടിപ്പോവും. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 2π√l/g. അതാണ് ടൈം പീരീഡ്. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ അല്ലേ ഫ്രീക്വൻസി. അപ്പോൾ 2πയുടെ റെസിപ്രോക്കൽ 1/2π, l/gൻ്റെ റെസിപ്രോക്കൽ g/l. ഓക്കെ, സിമ്പിളായി ഈ ഡെറിവേഷൻ പഠിച്ചെടുക്കും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു -x ഒക്കെ ആയതുകൊണ്ട് ഇത് SHM ആണ് എന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിച്ചാൽ നിങ്ങൾ നിർബന്ധമായും ഈ ഡെറിവേഷൻ പഠിച്ചിരിക്കണം, എഴുതിയിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഭാഗത്തു നിന്ന് ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് ധാരാളം അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരാറുണ്ട്. അതിലൊന്ന്, ടൈം പീരീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ബോബിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മാസ് കൂടിയ ബോബ് വെച്ചാൽ ടൈം പീരീഡിന് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഓക്കെ, മാസ് കട്ട് ചെയ്ത് പോയില്ല ഡെറിവേഷൻ. അതേപോലെ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ ടൈം പീരീഡിന് എന്ത് സംഭവിക്കും? ഒന്നുമില്ല. അപ്പോൾ ടൈം പീരീഡ് ബോബിൻ്റെ മാസിനെയും ആംപ്ലിറ്റ്യൂഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ ടൈം പീരീഡ് ലെങ്ത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഊഞ്ഞാലിൽ ആടുന്ന ഒരു കുട്ടി, ആ ഊഞ്ഞാലിൻ്റെ ആട്ടം അതൊരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ പോലെ കരുതിയാൽ, ഇരുന്നാടുന്ന കുട്ടി നിന്നാടിയാൽ ആ ലെങ്ത്ത് കുറയും. അതെങ്ങനെ? ഞാനാണ് ഊഞ്ഞാൽ ഇരുന്നാടുന്നതെങ്കിൽ എൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള ദൂരല്ലേ ലെങ്ത്ത്. ഞാൻ നിന്നാടുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന പോയിന്റ് മേലോട്ട് വരും. അപ്പോൾ ലെങ്ത്ത് കുറയും. അപ്പോൾ ടൈം പീരീഡ് കുറയും. ഇഫ് എ ബോയ് ഓൺ എ സ്വിംഗ് സ്റ്റാൻഡ്സ് അപ്പ്, ലെങ്ത്ത് ഡിക്രീസസ്, ടൈം പീരീഡ് ഡിക്രീസസ്.
ഇനി ഒരു ലിഫ്റ്റ് മേലോട്ട് പോകുക, ആ ലിഫ്റ്റിനകത്തൊരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടൈം പീരീഡ് കാണുമ്പോൾ 2π√L/g എന്നുള്ളിടത്ത് G+a. ലോസ് ഓഫ് മോഷനിൽ പഠിച്ചില്ലേ, മേലോട്ട് പോകുമ്പോൾ വെയിറ്റ് m×G+a. അതെ, അവിടെ G എന്നുള്ളിടത്ത് മേലോട്ട് പോകുമ്പോൾ G+a, താഴോട്ട് ലിഫ്റ്റ് വരണമെങ്കിൽ G- a എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ മേലോട്ടാകുമ്പോൾ ഡിനോമിനേറ്റർ കൂടുമ്പോൾ ടൈം പീരീഡ് കുറയും, ഇവിടെ ഡിനോമിനേറ്റർ കുറയാണ്, അപ്പോൾ ടൈം പീരീഡ് കൂടും. ഇത് ധാരാളം തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. ഇനി ഫ്രീലി ഫാളിംഗ് ആണെങ്കിലും ഒരു ക്യാബിൻ താഴോട്ട് ഫ്രീ ആയിട്ട് വീഴുക, അതിനകത്തൊരു പെൻഡുലം, സിമ്പിൾ പെൻഡുലം ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ ഫ്രീലി ഫാളിംഗിൽ ജീൻ്റെ വാല്യൂ 0 ആണ്. ഡിനോമിനേറ്റർ 0 വരുമ്പോൾ ടൈം പീരീഡ് ഇൻഫിനിറ്റി ആവും. ഓക്കെ, ഫ്രീലി ഫാളിംഗ് ആണെങ്കിൽ ടൈം പീരീഡ് ഇൻഫിനിറ്റി, ഫ്രീക്വൻസി ആണെങ്കിൽ 0 വരും. ഫ്രീക്വൻസിയുടെ ഫോർമുല നേരത്തെ എഴുതി, അവിടെ ന്യൂമറേറ്ററിലാണ് G, അപ്പോൾ ജീൻ്റെ വാല്യൂ 0 കൊടുത്താൽ ഫ്രീക്വൻസി 0. ടൈം പീരീഡ് ആകുമ്പോൾ ഡിനോമിനേറ്ററിലാണ് 0 വരിക, അപ്പോൾ ടൈം പീരീഡ് ഇൻഫിനിറ്റി ആവും, ഫ്രീക്വൻസി 0. ഇനി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ സ്ട്രിങ് ആയിട്ട്, നൂലായിട്ട് ഒരു മെറ്റൽ വയറാണ് ഉപയോഗിച്ചെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവും, നൂലിന് നീളം കൂടും, അപ്പോൾ ടൈം പീരീഡ് കൂടും. ഓക്കെ, മെറ്റൽ വയർ ഉപയോഗിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തെർമൽ പ്രോപ്പർട്ടീസിൽ പറഞ്ഞത് പെൻഡുലം ക്ലോക്കിൻ്റെ പെൻഡുലം ഉണ്ടാക്കാൻ എക്സ്പാൻഷൻ ഇല്ലാത്ത ഇൻവാർ എന്നുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, ശരി. അടുത്തത്, മൂണിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിലുള്ളതിനേക്കാൾ കുറവല്ലേ? മൂന്നിലെ ജീൻ്റെ വാല്യൂ എർത്തിലുള്ളതിനേക്കാൾ കുറവാണ്, എർത്തിൻ്റെ 6-1 ഉള്ളൂ. അതുകൊണ്ട് മൂന്നിൽ സിമ്പിൾ പെൻഡുലത്തിന് ടൈം പീരീഡ് എർത്തിലുള്ളതിനേക്കാൾ കൂടും. മൂന്നിൽ G കുറയുമ്പോൾ ടൈം പീരീഡ് കൂടും. സെക്കൻഡ് ഇയർ ലാബിൽ നിങ്ങൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ വരയ്ക്കുന്നൊരു ഗ്രാഫാണ് ലെങ്ത്തും T² തമ്മിലുള്ള ഗ്രാഫ്. ലെങ്ത്തും T² തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈനാക്കിയിട്ട് ഗ്രാഫിൻ്റെ ഷേപ്പ് ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ സെക്കൻഡ്സ് പെൻഡുലം എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത്. എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലമാണ് സെക്കൻഡ്സ് പെൻഡുലം. ടൈം പീരീഡ് 2 സെക്കൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പെൻഡുലത്തിൻ്റെ, സിമ്പിൾ പെൻഡുലത്തിൻ്റെ നീളം ഏകദേശം 1 മീറ്റർ ആയിരിക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓസിലേഷൻ എന്നുള്ള 13ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു പോകുക. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി, ചോദ്യങ്ങൾ വ്യക്തമായി വായിച്ച് ഈ കാര്യങ്ങൾ ഇതുപോലെ പഠിച്ച് മുഴുവൻ മാർക്കും നേടിയെടുക്കുന്ന രീതിയിൽ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. സാധിക്കും, സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.